നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം രോഹിണി നക്ഷത്രത്തെ കുറിച്ചാണ്. രോഹിണി നക്ഷത്രക്കാരുടെ 2026 വർഷം ജൂൺ 1 മുതൽ 15 വരെയുള്ള ജ്യോതിഷ ഫലങ്ങളാണ്. ഈ ഫലങ്ങളെക്കാൾ ഉപരി ഈ രോഹിണി നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുമൂലം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ഒന്ന് ചിട്ടപ്പെടുത്തുവാൻ കഴിയുന്നതാണ്. ഇത് രോഹിണി നക്ഷത്രക്കാർക്കുള്ള പൊതുവായിട്ടുള്ള ഒരു ഫലമാണ്. സ്ത്രീ പുരുഷ ഭേദമന്യേ ആർക്ക് വേണമെങ്കിലും ഈ ഫലം വന്ന് ഭവിക്കാവുന്നതാണ്. അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ സമയത്ത് കർമ്മരംഗത്ത് വളരെയധികം നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ മേഖലകൾ വിപുലപ്പെടുന്നതാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഉപരിപഠനത്തിന് ചേരുവാനായിട്ട് ഇവർക്ക് സാധിക്കുന്നതാണ്. അത് ഇവര് ഉദ്ദേശിച്ച വിഷയങ്ങളിലൊക്കെ ഇവർക്ക് പ്രവേശനം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ സ്കോളർഷിപ്പോട് കൂടിയുള്ള പഠനമൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. മറ്റൊരു പ്രധാന കാര്യം ജോലി സംബന്ധമായിട്ടുള്ളതാണ്. കർമ്മരംഗത്ത് നിങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു സമയമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു തൊഴിൽ രംഗത്തേക്ക് മാറാൻ കഴിയുന്ന ഒരു സമയമാണ്. അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ രോഹിണി നക്ഷത്രക്കാർക്ക് തൊഴിലിൽ ഒരു സ്ഥായിയായിട്ടുള്ള ഒരു മാറ്റം സംഭവിക്കുന്നതാണ്. സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനമൊക്കെ ഉണ്ടാകുന്നതാണ്. താൽക്കാലികമായിട്ടുള്ള ജോലികളിൽ നിന്നൊക്കെ മാറി ഒരു സ്ഥിരമായിട്ടുള്ള ജോലിയൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. അതുപോലെ തന്നെ വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയത്തൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ അത് സാധിക്കുന്നതാണ്. പ്രതീക്ഷകളൊക്കെ നിറവേറുന്ന ഒരു സമയമാണ്. ഒരുപാട് പ്രതീക്ഷകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതെല്ലാം തന്നെ നിറവേറുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ താരകാസ്ഥിതി വളരെ അനുകൂലമായിട്ട് വന്നിരിക്കുന്ന ഒരു സമയമാണ്. സാമ്പത്തിക ഭദ്രതയൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ്. ഒന്നിലധികം സ്രോതസ്സിലൂടെ വരുമാനം വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. സർവ്വവിധ ഐശ്വര്യങ്ങളും നിങ്ങളെ തേടിയെത്തുന്ന ഒരു സമയമെന്ന് തന്നെ ഇതിനെ പറയാവുന്നതാണ്. നിങ്ങളെ ഒരുപാട് കാലമായിട്ട് ദുഃഖിപ്പിച്ചിരുന്ന ചില കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മോചനം നേടുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു ഡ്രോമ പോലെ പിടിപെട്ടിരുന്ന ചില സംഭവങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. സന്തോഷമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. കുടുംബത്തിലെ ശാന്തിയും സമാധാനവും എല്ലാം ഉണ്ടാകുന്നതാണ്. ലോട്ടറി ഭാഗ്യമൊക്കെ ഉണ്ടാവുന്നതാണ്. ശത്രുക്കളെയൊക്കെ പരാജയപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. സന്തോഷകരമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളാണ് രോഹിണി നക്ഷത്രക്കാരെ തേടിയെത്തുന്നത്. നേതൃസ്ഥാനങ്ങളൊക്കെ നിങ്ങൾ അലങ്കരിക്കുന്ന ഒരു സമയമാണ്. പിതാവിൽ നിന്ന് ആനുകൂല്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. പിതൃതുല്യരായവരിൽ നിന്ന് നിങ്ങൾക്ക് വളരെയധികം സഹായം ലഭിക്കുന്നുണ്ട്. ദമ്പതിമാർ തമ്മിൽ ഉണ്ടായിരുന്ന കലഹമൊക്കെ മാറി സ്വരച്ചേർച്ചയിലാകുന്നതാണ്. സഹോദരങ്ങളെ കൊണ്ടുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. മേലധികാരികളിൽ നിന്നൊക്കെ തൃപ്തമായിട്ടുള്ള ഒരു സമീപനം നിങ്ങൾക്കുണ്ടാവുന്നതാണ്. ജോലി സ്ഥലത്തൊക്കെ കൂടുതൽ നല്ലൊരു അന്തരീക്ഷം നിങ്ങൾക്ക് സംജാതമാവുന്നതാണ്. വസ്തുതർക്കങ്ങളിലൊക്കെ വിജയമുണ്ടാവുന്നതാണ്. കേസുകളിലൊക്കെ വിജയമുണ്ടാവുന്നതാണ്. പ്രണയകാര്യങ്ങളിലൊക്കെ ഒരു തീർപ്പാകുന്നതാണ്. അത് വിവാഹത്തിലേക്കൊക്കെ കലാശിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രണയ സാഫല്യമൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ്. നിങ്ങളെ ശത്രുതാ മനോഭാവത്തോടു കൂടി കണ്ടിരുന്നവർ പോലും സുഹൃത്തുക്കളായി മാറുവാനുള്ള സാധ്യത വളരെയേറെയാണ്. കലാകായിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം നല്ലൊരു സമയമാണ്. ഈ രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ജൂൺ 1 മുതൽ 15 വരെ വളരെ നല്ലൊരു സമയമാണ്. ഇവർ എന്ത് കാര്യങ്ങൾ ചെയ്താലും അത് വിജയത്തിലേക്ക് എത്തുന്നതാണ്. അതുകൊണ്ട് ഈ സമയം വേണ്ട രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുക. ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ ഉചിതമായിരിക്കും. ഇത് അന്യമതസ്ഥരാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഏത് ദൈവത്തിലാണോ ഏത് മതവിശ്വാസത്തിലാണോ വിശ്വസിക്കുന്ന ആ വിശ്വാസത്തിൽ ഉറച്ച് മുന്നോട്ട് പോയാൽ പ്രാർത്ഥന ഇതിന് മുഖ്യമാണ്. പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയാൽ മാത്രമേ എല്ലാ അവസരങ്ങളും നമ്മൾക്ക് തുറന്നു കിട്ടുകയുള്ളൂ. എല്ലാ അവസരങ്ങളും നമ്മൾക്ക് കാണാൻ കഴിയുകയുള്ളൂ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ പോവുക. സഹജീവികളോട് കരുണ കാണിക്കുക. ഒരാൾക്കെങ്കിലും സഹായം ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രോഹിണി നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ വിജയം ഉണ്ടാവുന്നതാണ്. ഇത് രോഹിണി നക്ഷത്രക്കാരുടെ ഒരു പൊതുവായിട്ടുള്ള ഫലമാണെങ്കിലും നിങ്ങളുടെ ജന്മസമയം അനുസരിച്ച് ഇതിലെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇത് പൊതുവായിട്ടുള്ള ഫലമായതുകൊണ്ട് വന്ന് ഭവിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.